നുണ പറയാൻ പാടില്ല. എന്നാ നുണ കേൾക്കാൻ പാടുണ്ടോ? ഇല്ല. അത് രാഷ്ട്രീയ ഹാസ്യ കഥാപ്രസംഗമാണെങ്കിലും ശരി, നുണ പറയാനും പാടില്ല, നുണ പറഞ്ഞ കേൾക്കാനും പാടില്ല. പറയാൻ പാടില്ലാത്തൊരു കാര്യം കേൾക്കാൻ പാടില്ല. ചീത്ത പറയാൻ പാടില്ല, അപ്പൊ ചീത്ത കേൾക്കാനും പാടില്ല. ലൈസൽ മുഅ്മിനു ബിത്ത്ആനി വലൽ ലആനി വലൽ ഫാഹിഷി വലൽ ബദീ ഹബീബുനാ റസൂലുള്ളാഹി. ലൈസൽ മുഅ്മിനു, മുഅ്മിനായ മനുഷ്യനല്ല, ബിത്ത്ആനി, കുത്തുവാക്കുകൾ പറയുകയില്ല, വേറെ മനുഷ്യന്മാരെ മേത്തുകൊള്ളുന്ന വർത്താനം പറയില്ല. വലൽ ലആനി, ശപിക്കുകയുമില്ല, പണ്ടാറക്കാലം ചത്തുപോട്ടേന്ന് മൂമിൻ പറയില്ല, ശപിക്കുകയില്ല. വലൽ ഫാഹിഷി വലൽ ബദീ, മോശമായ കാര്യം പ്രവർത്തിക്കുകയോ മോശമായത് പറയുകയോ ഇല്ല. മുഅ്മിനായ മനുഷ്യൻ അരക്കെന്ന് കീഴ്പ്പെട്ടുള്ള വർത്താനം പറയില്ല. ഒരു മുഅ്മിൻ പറയണ വർത്താനല്ല അത്. അപ്പം പറയാൻ പാടില്ല. എന്നാൽ വേറെ ആരെങ്കിലും പറയുകയാണെങ്കിൽ കേൾക്കാൻ പാടുണ്ടോ? കേൾക്കാനും പാടില്ല. പറയാൻ പാടില്ലാത്തൊരു സാധനം കേൾക്കാൻ പാടില്ല. ഇതന്നെ അൽ ഐനാനി സിനാഹുമാ അന്നദറു ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. റമളാൻ മാസമാണല്ലോ. റമളാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കരിച്ചു കളയുന്ന മാസം എന്നാണ്. അതൊരു ശുദ്ധിയാക്കലാണ്, കരിക്കൽ, റേഡിയേഷൻ. കരിക്കണതിൻ്റെ പേരാണ് റേഡിയേഷൻ. റേഡിയേഷൻ ചെയ്യുമല്ലേ നമ്മൾ. ക്യാൻസർ ഉണ്ടായാൽ എല്ലാ ചികിത്സയും പരാജയപ്പെട്ടാൽ അവസാനം ചെയ്യുന്നതാണ് റേഡിയേഷൻ. ക്യാൻസർ സെല്ലുകളെ കരിച്ചു കളയുക. റമളാൻ റേഡിയേഷൻ്റെ മാസം, കരിക്കണ മാസം. എന്തിനെ കരിക്കണത്? പാപങ്ങളെ കരിക്കണമെങ്കിൽ കരിക്കാൻ മാത്രം ആദ്യം നമ്മളടുത്ത് ഉണ്ട് എന്ന് തോന്നണ്ടേ. നമ്മളിപ്പോൾ ആരെങ്കിലും കൊന്നിക്കണോ? നമ്മളാരെങ്കിലും കൊന്നോ? നമ്മൾ വ്യഭിചരിച്ചോ? നമ്മൾ കള്ളുടിച്ചോ? നമ്മളെന്തെങ്കിലും ചെയ്തിക്കണോ? ഇല്ലല്ല. പിന്നെ ഇപ്പം എന്താ കരിക്കാൻ മാത്രമേ ഉള്ളത് എന്നാണ് നമുക്ക് തോന്നുക. തെറ്റുകളിൽ വെച്ച് ഏറ്റവും വലിയ തെറ്റ് ഗഫലത്താണ്, അശ്രദ്ധയാകുന്നു എന്നാണ്. വാപ്പ കൂടെ ഉണ്ടെങ്കിൽ, നമ്മളിങ്ങനെ ബസ് സ്റ്റാൻഡിൽ നിൽക്കുകയെന്ന് വിചാരിക്കുക, കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ നിൽക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പം ഇങ്ങനെ സിനിമ പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട് ചോരുമ്മേ. വാപ്പ ഒപ്പുണ്ടെങ്കിൽ പോസ്റ്ററുമൊക്കെ നോക്കാൻ കഴിയൂല, സിനിമ പോസ്റ്ററുമൊക്കെ നോക്കാൻ കഴിയൂല. എത്ര സ്ട്രോങ് ഉള്ള വാപ്പയായിട്ടും കാര്യമില്ല. മൂപ്പര് പെരയിലാണെങ്കിൽ നോക്കാതിരിക്കൂല. വാപ്പ നല്ല സ്ട്രോങ് വാപ്പയാണ്, പക്ഷെ മൂപ്പര് എവിടെയുള്ളത്? പെരയില. വാപ്പ എന്ത് വേണം? കൂടെയുണ്ടാവണം. മനുഷ്യൻ്റെ ഏറ്റവും വലിയ തെറ്റ് അള്ളാഹു കൂടെയുണ്ട് എന്ന വിഷയത്തിൻ്റെ തൊട്ടുള്ള അശ്രദ്ധയാകുന്നു എന്നാണ്. അള്ളാഹു കൂടെ ഉണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. വെള്ള വസ്ത്രം ധരിച്ച്, യാത്രക്കാരൻ്റെ അടയാളമൊന്നും കാണാതെ വന്നിട്ട് കാലിൻ്റെ മുട്ടോട് മുട്ട് ചേർത്ത് വെച്ച് ഇങ്ങനെ ഇരുന്നിട്ട്, മൽ ഇസ്ലാമു യാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ റസൂലെ ഇസ്ലാം എന്താണെന്ന് ചോദിച്ചു. 5 കാര്യങ്ങൾ പറഞ്ഞു. അന്തഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ തുഖീമസ്സലാം, 5 കാര്യങ്ങൾ. അപ്പോൾ പറഞ്ഞു സ്വദഖ്ത, ആ പറഞ്ഞത് ശരിയാണ്, മാർക്ക് കിട്ടും. രണ്ടാമത് ചോദിച്ചു ഒമൽ ഈമാനു യാ റസൂലല്ലാ, അള്ളാഹിൻ്റെ റസൂലെ ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ പറഞ്ഞു അൽ ഈമാനു അൻ തുഅ്മിന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റസുലിഹി. 6 കാര്യങ്ങൾ പറഞ്ഞു. അതിൽ പറഞ്ഞു സ്വദഖ്ത, ശരിയാ പറഞ്ഞവർ. മൂന്നാമത് ചോദിച്ചു ഒമൽ ഇഹ്സാനു യാ റസൂലല്ലാ, അള്ളാഹിൻ്റെ റസൂലെ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. അൻ തഅബുദല്ലാഹ, നീ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യലാണ്. കഅന്നക തറാഹു, നീ അല്ലാഹുവിനെ കാണുന്നത് പോലെ അവൻ ഇബാദത്ത് ചെയ്യലാണ്. ഫഇൻ ലം തകുൻ തറാഹു, യഥാർത്ഥത്തിൽ നീ അവനെ കാണുന്നില്ലെങ്കിലും ഫഇന്നഹു യറാക, അവൻ നിന്നെ കാണുന്നുണ്ടല്ലോ. അതുകൊണ്ട് അള്ളാഹനെ കാണുന്ന മാതിരി ഇബാദത്ത് ചെയ്യലാണ്. പള്ളിക്കെന്ന് ദൂരം നിസ്കരിക്കാൻ 5 മിനിറ്റ്, പെരയെന്ന് ദൂരം നിസ്കരിക്കാൻ 2 മിനിറ്റ്. അപ്പോൾ പള്ളിക്കെന്ന് ഏറെയുള്ള 3 മിനിറ്റ് ആയിരിക്കായിരുന്നു. അതന്നെ പ്രശ്നം.
അതന്നെയാണ് പ്രശ്നം. അള്ളാഹ്ക്കാണെങ്കിൽ രണ്ടോടത്തും 5 മിനിറ്റ് തന്നെയല്ലേ വേണ്ടേ, അല്ലെങ്കിൽ രണ്ടോടത്തും 3 മിനിറ്റ് തന്നെയല്ല വേണ്ടേ. അങ്ങനെയാണ് ഏറ്റവും എളുപ്പം തറാവി എവിടെ കഴിയാന്ന് നമ്മൾ നോക്കുക. അത് പിന്നെ കുറച്ച് 2 കിലോമീറ്റർ നടന്നിട്ട് അപ്പുറത്തെ പള്ളിയിലാണ് വേഗം കഴിയാച്ചാൽ നടന്നുകൊണ്ട് അങ്ങോട്ട് പോകും. ആ നടക്കണ പണിയുള്ളൂ ഇവിടെ, അതൊന്നും തരില്ല. എന്നാലും അങ്ങനെയാണ്, നമ്മളങ്ങനെയാണ് ഇപ്പോൾ. ഞാനും നിങ്ങളും നമ്മളെല്ലാവരും അങ്ങനെയാണ്. നമുക്കിപ്പോൾ ഒക്കെ വേഗം കഴിയണം എന്നുള്ളതാണ്. അങ്ങനെ നമുക്കൊക്കെ 70,000 റമദാൻ മാസം വന്നിട്ടും വല്ല മാറ്റം ഉണ്ടാവുമോ എന്നുള്ളത് സംശയമല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. മാറണം, ശരിക്ക് മാറണം. കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ കൊല്ലം മാറ്റമുണ്ടായിരിക്കണം. അപ്പം എന്തേ പറഞ്ഞു? നോമ്പ് വലിയ മാറ്റത്തിനുള്ളതാണ്. ആ മാറ്റത്തിന് വേണ്ടി തയ്യാറെടുക്കണം. എല്ലാ നിലയിലും മാറണം. റമദാൻ പറഞ്ഞാൽ കരിച്ച് കളയുന്ന മാസം. അതിന് കരിക്കാൻ മാത്രം ഉണ്ടോ ഇല്ല എന്നുള്ളത് ആദ്യം തീരുമാനമാവണം. നമ്മളെ അഭിപ്രായത്തിൽ നമ്മൾ വലിയ തെറ്റുകാരൊന്നുമല്ല. നമ്മളിപ്പോൾ അതിനകത്ത് വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഞാനൊരു ഉദാഹരണം പറയാം, നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. നമ്മളൊരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങുകയാണെന്ന് വിചാരിച്ചോളി. വിചാരിച്ചപ്പോൾ ചിലവൊന്നുമില്ലല്ലോ, തുടങ്ങാനല്ലേ പൈസ ചിലവുള്ളൂ. വിചാരിച്ചോളി ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങുകയാണ് നമ്മൾ. അപ്പം നമ്മക്കൈക്ക് ഒരു 4 പെൺകുട്ടികളെ സ്റ്റാഫായിട്ട് വേണം. പെൺകുട്ടികളെ വെക്കാൻ കാരണം എന്താ വെച്ചാൽ കുറഞ്ഞ ശമ്പളം കൊടുത്താൽ മതി എന്നുള്ളതും നല്ലോണം പണിയെടുക്കും എന്നുള്ളതുമാണ്. അപ്പോൾ ഒരു 4 പെൺകുട്ടികളെ വേണം. അപ്പോൾ നമ്മളിങ്ങനെ വാട്സപ്പിലൊക്കെ പരസ്യം വിട്ടു, പുതിയതായി ആരംഭിക്കുന്ന A to Z സൂപ്പർ മാർക്കറ്റിലേക്ക് പിന്നെ ഉദ്യോഗാർത്ഥിനികളെ ആവശ്യമുണ്ട്, പെൺകുട്ടികളെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് പരസ്യം വിട്ടു. 8 ആളെ അപേക്ഷ വന്നു, 8 പെൺകുട്ടികൾ. 4 വെളുത്തതും 4 കറുത്തതും. ആരെ വെക്കുക? പീടിക്ക് 4 മനുഷ്യന്മാർ കയറണ്ടേ, അതിന് പറ്റിയത് വെക്കണ്ടേ. നമ്മളെങ്ങനെ ഇൻ്റർവ്യൂ ചെയ്താലും ആർക്കേ കിട്ടുള്ളൂ? വെളുത്ത 4 കിട്ടുള്ളൂ. എന്താ കാര്യം? മറ്റുള്ളവരുടെ നേത്ര വ്യഭിചാരത്തെ വിറ്റ് കാശാക്കുക. അൽ ഐനാനി സിനാഹുമ അന്നദറു. കണ്ണിൻ്റെ വ്യഭിചാരം നോട്ടമാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. വേറുള്ള മനുഷ്യന്മാരുടെ നേത്ര വ്യഭിചാരത്തെ വിറ്റ് കാശാക്കിയിട്ട് 313 റുപ്യ ബദരീങ്ങളാണ്ടിക്കേ. എന്തിന്? കുട്ടികൾ സ്വാലിഹാകാനേ. ഏത് പൈസ? ഈ ആരെയിലൊക്കെ പീടിക്ക് കയറണ്ടേ അറിഞ്ഞാണ്ട് ഈ വെളുത്ത് നിർത്തിയത്. ഈ വെളുത്തേനെ നിർത്തിയപ്പോൾ അവൻ്റെ മനസ്സിലുണ്ടായത് എന്താ? പീടിക്ക് ആരെയിലൊക്കെ സാധനം വാങ്ങാൻ 4 ആൾക്കാർ കയറണമെങ്കിൽ ഒരു കോലുള്ളത് നിർത്തണ്ടേന്നാണ്. കോലുള്ളതിനെ കാണാൻ വേണ്ടി ആൾക്കാർ കയറി സാധനം വാങ്ങിയിട്ട് കിട്ടിയ ലാഭത്തുനിന്നേ 313 ബദരീങ്ങളാണ്ടിക്ക്. എന്തിന്? സിറാത്ത് പാലം കിടക്കുമ്പോൾ അവൻ്റെ കയ്യും പിടിച്ചിങ്ങാണ്ട് മക്കൾ മണ്ടണം. അതിന് ഈ കൊടുത്ത പൈസ ഏതാ? എന്നാൽ നമ്മൾ വ്യഭിചരിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് തോന്നും? ഇല്ല. പക്ഷെ വ്യഭിചാരത്തിൻ്റെ പങ്ക് നമ്മൾ പറ്റിയിട്ടുണ്ട്. വ്യഭിചാരത്തിൻ്റെ പങ്ക് നമ്മൾ പറ്റണോ? അങ്ങനെ ആലോചിച്ച് നോക്കിയാൽ മദ്യത്തിൻ്റെ പങ്ക് നമ്മൾ പറ്റുന്നു, മയക്കുമരുന്നിൻ്റെ പങ്ക് നമ്മൾ പറ്റുന്നു, വേണ്ടാത്തതിൻ്റെ പങ്കുകൾ പറ്റുന്നു, കൈക്കൂലിയുടെ പങ്ക് നമ്മൾ പറ്റുന്നുണ്ട്, കൈക്കൂലിയുടെ പങ്ക് നമ്മൾ പറ്റുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് സംഗതികൾ. അതുകൊണ്ട് ആലോചിച്ചാലേ പടച്ചോനെ കരിക്കാൻ മാത്രമൊക്കെ എൻ്റെ അടുത്ത് ഉണ്ടല്ലോ എന്ന് തോന്നുള്ളൂ. ശുദ്ധിയാക്കലിൽ വെച്ച് ഏറ്റവും വലിയ ശുദ്ധിയാക്കൽ തീ കൊണ്ടുള്ള ശുദ്ധിയാക്കലാണ്. ചില സാധനം മണ്ണോട് ശുദ്ധിയാവും, ചില സാധനങ്ങൾ മണ്ണോട് ശുദ്ധിയാവും, ചിലത് വെള്ളം കൊണ്ട് ശുദ്ധിയാവും. വളരെ പ്രധാനപ്പെട്ട ചില സാധനങ്ങൾ തീ കൊണ്ടാണ് ശുദ്ധിയാകുക. ഉദാഹരണം സ്വർണം. ബിക്കീരിൽ ബലായബ്ദു മിനത്തിബിരി ഹുസ്നുഹു വയഹ്സൂനുഹാ സുന്നസ്സി വയബ്ദൂനുഹാ സുന്നസ്സി ഫീ കുല്ലി മിഹ്നതി. സ്വർണം ശുദ്ധിയാക്കാൻ തീയാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ശുദ്ധിയാക്കാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് തീ, അഗ്നി. അതാണ് കരിച്ച് കളയൽ എന്ന് പ്രയോഗിക്കാൻ കാരണം. പാപങ്ങളെ കരിച്ച് കളയണമെങ്കിൽ കരിക്കാൻ മാത്രം കുഴപ്പം നമ്മളെടുത്തുണ്ട് എന്ന് നമുക്ക് ആദ്യം തോന്നണം, എന്നാലേ ഉള്ളൂ. നമ്മളെ അഭിപ്രായത്തിൽ നമ്മൾ ഗീബത്ത് പറയണില്ല. കാരണം എന്തേ? നമ്മൾ ഗീബത്ത് പറഞ്ഞതിൻ്റെ ശേഷം പറഞ്ഞില്ലേ, ഞാൻ ഗീബത്തൊന്നും പറഞ്ഞല്ല. അങ്ങനെയല്ല. നമ്മൾ ഗീബത്തൊക്കെയാണ് പറഞ്ഞതിൻ്റെ ശേഷം നമ്മൾ പറയും എന്ത്?
പിന്നെ ഞാൻ ഗീബത്ത് പറയല്ല കേട്ടോ, അല്ലെങ്കിൽ ആദ്യം പറയാം എന്ത്, ഞാൻ ഗീബത്ത് പറയല്ല, റമദാൻ മാസം അല്ലേ, അതുകൊണ്ട് ഞാൻ ഗീബത്തൊന്നും അല്ല പറയണതെന്ന് പറഞ്ഞാണ്ടാണ് പറയും. അതന്നെ ഇതാദ്യം പറഞ്ഞതുകൊണ്ടും പറഞ്ഞത് ഗീബത്തല്ലാതാവൂല, അവസാനം പറഞ്ഞതുകൊണ്ടും പറഞ്ഞത് ഗീബത്തല്ലാതെ ആവൂല. നുണ അറിയുമ്പോൾ ആദ്യം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞാൻ നുണയൊന്നും പറയല്ല എന്ന് പറഞ്ഞാണ്ട് പച്ച പൊള്ളാണ്ട് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അല്ല ഈ പൊള്ളാണ് പറഞ്ഞതിൻ്റെ ശേഷം ഞാൻ നുണ പറഞ്ഞല്ല പറഞ്ഞാൽ ആ നുണ ഇല്ലാതാവുമോ? അത് നുണ തന്നെയാണ്. അതേമാതിരി തന്നെയാണ് ഗീബത്ത്. ആദ്യം പറഞ്ഞിട്ടും കാര്യമില്ല, അവസാനം പറഞ്ഞിട്ടും കാര്യമില്ല. ഗീബത്ത് പറഞ്ഞാൽ ഗീബത്ത് തന്നെയാണ്, നമീമത്ത് പറഞ്ഞാൽ നമീമത്ത് തന്നെയാണ്. ഇങ്ങനെ ആലോചിച്ചാലേ പടച്ചോനെ കരിക്കാൻ മാത്രം ഉണ്ടല്ലോ എൻ്റെ അടുത്ത് എന്ന് തോന്നുള്ളൂ. ഓനെ റമദാൻ മുതലാവുള്ളൂ, അവനെ റമദാൻ മുതലാവുള്ളൂ. അതുകൊണ്ട് മനുഷ്യൻ്റെ ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്നത് തെറ്റുകളെ കുറിച്ചുള്ള അശ്രദ്ധയാകുന്നു എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുന അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നു. അപ്പം രണ്ടാമത്തെ ശുദ്ധിയാവൽ, അവയവങ്ങൾ തെറ്റുകളിൽ നിന്ന് ശുദ്ധിയാവണം, ഹറാമിനെ തൊടാതിരിക്കണം. എല്ലാ സാധനങ്ങൾക്കും വ്യഭിചാരമുണ്ട്. കണ്ണിൻ്റെ വ്യഭിചാരം നോട്ടാണ് എന്ന് ഞാൻ പറഞ്ഞു. കയ്യിൻ്റെ വ്യഭിചാരം തൊടലാണ്. അത് KSRTC ബസ്സിലെ കണ്ടക്ടറെ ആണെങ്കിലും ശരി, അതിന് പൈസ അങ്ങോട്ട് കൊടുത്തപ്പോഴല്ല ബാക്കി ഇങ്ങോട്ട് വാങ്ങിയപ്പോഴാണെങ്കിലും ശരി, കയ്യിൻ്റെ വ്യഭിചാരം തൊടലാണ്. നാവിൻ്റെ വ്യഭിചാരം സംസാരമാകുന്നു. കാലിൻ്റെ വ്യഭിചാരം നടത്തമാകുന്നു. ഒരുപാട് വ്യഭിചാരമുണ്ട്. എൻ്റർടൈൻമെൻറ്റ് വ്യഭിചാരം, തോണ്ടൽ വിചാരം, എൻ്റർടൈൻമെൻറ്റ്. സ്റ്റാൻഡേർഡ് വിചാരമുണ്ട്. നിശാ ക്ലബ്ബുകൾ വലിയ പൈസയൊക്കെ ചിലവാക്കിയിട്ടുള്ള വിചാരം, എല്ലാതും വിചാരം തന്നെ. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതാ വിചാരമല്ലാത്ത? അതുകൊണ്ട് ഹവാരിജുകൾ തൊടാതിരിക്കണം, ഹറാമിലേക്ക് നടക്കാതിരിക്കണം, ഹറാമിനെ കേൾക്കാതിരിക്കണം, ഹറാമിനെ കാണാതിരിക്കണം. അങ്ങനെ നമ്മുടെ എല്ലാ അവയവങ്ങളും ശുദ്ധിയായിരിക്കണം. ഹൃദയത്തിലേക്ക് 5 വാതിലുകളാണുള്ളത് എന്നാണ്. ഈമാൻ എന്ന് പറഞ്ഞാൽ ഹൃദയം എന്ന കിണറിൻ്റെ അടിയിൽ വെച്ച തിളങ്ങുന്ന മുത്താണ്. ഹൃദയം ഒരു കിണറാണ്. ആ കിണറിൻ്റെ അടിയിൽ വെച്ചിട്ടുള്ള ഒരു തിളങ്ങുന്ന മുത്താണ് ഈമാന്. അത് തിളങ്ങാതിരിക്കാൻ കാരണം അതിലേക്ക് 5 കൈത്തോടുകളിലൂടെ വേണ്ടാത്ത കലങ്ങിയ വെള്ളം വന്ന് ചാടുകയാണ്. തൊട്ടറിവ്, കണ്ടറിവ്, കേട്ടറിവ്, മണത്തറിവ്, രുചിച്ചറിവ് വേണ്ടാത്ത ഇങ്ങനെ വന്ന് ചാടുകയാണ്. നമ്മളിപ്പോൾ റമദാൻ മാസമായിട്ട് ഭക്ഷണം ഒഴിവാക്കിയിട്ടുണ്ടല്ലോ, ഭക്ഷണം ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ മനസ്സുകൊണ്ട് ഒഴിവാക്കിയിട്ടുണ്ടാവില്ല. ശരീരം കൊണ്ട് ഭക്ഷണം ഒഴിവാക്കുമ്പോഴും മനസ്സുകൊണ്ട് ഒഴിവാക്കണില്ല. നമ്മളിപ്പോൾ ഇന്ന് രാവിലെ അല്ലെങ്കിൽ ളുഹ്ർക്ക് പള്ളിക്കൊന്ന് ഇറങ്ങിയപ്പോൾ ഇങ്ങനെ ആലോചിച്ചത്, ഞമ്മക്ക് അസ്ർ നിസ്കാരം കഴിഞ്ഞ് പള്ളിക്കൊന്ന് പോരുമ്പോൾ നോമ്പ് ഇറക്കാൻ ഇങ്ങോട്ട് നോക്കി മനുഷ്യന്മാരെ, യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സലവാത്തുല്ലാഹി അലൈക്കും. ഇങ്ങോട്ട് നോക്കി. നമ്മൾ ളുഹർ നിസ്കരിക്കാൻ വേണ്ടി പെരേന്ന് പോരുമ്പോൾ ഇങ്ങനെ നമുക്കിന്ന് നോലുമ്പാടില്ല, എല്ലാവർക്കും ഭക്ഷണമൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ളുഹർ നിസ്കരിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മൾ ആലോചിച്ച്, പടച്ചോനെ ഇന്ന് അസ്ർ നിസ്കാരം കഴിഞ്ഞ് പെരേക്ക് വരുമ്പോൾ പൊരിച്ച കടി എന്താ വാങ്ങേണ്ടത്? നമ്മൾ ശരീരം കൊണ്ട് ഭക്ഷണം ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും മനസ്സുകൊണ്ട് ഭക്ഷണം ഒഴിവാക്കിയിട്ടില്ല. ശരീരം കൊണ്ട് ഭക്ഷണം ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും മനസ്സുകൊണ്ട് ഒഴിവാക്കിയിട്ടില്ല. കറണ്ട് നിൽക്കാം, ജനറേറ്ററിട്ടാ ആയിക്കോട്ടെ. ഒന്ന് സംസാര വിശുദ്ധി ഉണ്ടായിരിക്കണം, രണ്ടാമത്തേത് ലൈംഗിക വിശുദ്ധിയും ഉണ്ടായിരിക്കണം. ലൈംഗിക വിശുദ്ധിയും സംസാര വിശുദ്ധിയും ഉള്ള ആൾക്കാണ് ശുചിയായി എന്ന് പറയാം.
ആരെ മുമ്പിലും എഴുന്നേറ്റെന്ന് വർത്താനം പറയാൻ പറ്റുന്നതാണ്. സംസാര വിശുദ്ധിയും ലൈംഗിക വിശുദ്ധിയുമുള്ള ആൾക്ക് തൊള്ളയിൽ കൂടെ നല്ലതേ പറയൂ. അങ്ങനത്തെ ആൾക്കും രണ്ട് തൊടയല്ലുകൾക്കിടയിലുള്ള സാധനം അടങ്ങിയിരിക്കുന്ന ആൾക്കും ആരെ മുമ്പിലും നീച്ചിക്കാം. ഓരോ വർത്താനം പറഞ്ഞാൽ അതിന്റെ അപ്പുറം ആരും പറയില്ല. അതാണ് ശുചായി. ശുചായി ആണെങ്കിൽ രണ്ട് കാര്യം വേണം. ഒന്നേ തൊള്ളേത്തെ നാവടങ്ങിയിരിക്കണം, സംസാര വിശുദ്ധി ഉണ്ടായിരിക്കണം. രണ്ടാമത്തേത് ലൈംഗികമായ വിശുദ്ധി ഉണ്ടായിരിക്കണം. രണ്ട് വിശുദ്ധി ഉണ്ടെങ്കിൽ അത് വലിയ കാര്യമാണ്. അതുകൊണ്ട് എല്ലാ വിശുദ്ധികളെയും നമ്മൾ സൂക്ഷിക്കണം. അവയവങ്ങൾ തെറ്റുകളിൽ നിന്നൊഴിഞ്ഞു നിൽക്കലാകുന്നു രണ്ടാമത്തെ വിശുദ്ധി. കയ്യും കണ്ണും കാലും മൂക്കും എല്ലാ സാധനങ്ങളും. ഹറാമായ വസ്തുവിനെ തൊടരുത്, ഹറാമായത് പറയരുത്, ഹറാമായത് കേൾക്കരുത്, ഹറാമിനെ കാണരുത് ഒന്നുണ്ടായിരുന്നു. നാലാമത്തെ വിശുദ്ധി മനുഷ്യന്റെ മനസ്സ് മോശമായ ചിന്തകളിൽ നിന്നും സ്വഭാവങ്ങളിൽ നിന്നും ശുദ്ധിയാവലാണ്. മൂന്നാമത്തേത് മോശം സ്വഭാവങ്ങളിൽ നിന്ന് കിബറ്, ഹസദ്, ഉജ്ബ് തുടങ്ങിയ മോശമായ ചിന്ത അതിന് ഒഴിഞ്ഞിക്കാം. കിബറ് അഹങ്കാരം. എന്താ അഹങ്കാരം എന്ന് പറഞ്ഞാല്? അഹങ്കാരം എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന വിചാരാണ് ലോകത്തുണ്ടായ എല്ലാ ഫസാദവും കൊണ്ടുണ്ടായതാണ്. ലോകത്തെ ആദ്യത്തെ കൊലപാതകം ഹാബീൽ കാബീലിനെ കൊന്നു. കാബീൽ ഹാബീലിനെ കൊന്നു. ആദ്യത്തെ കൊലപാതകം അതാണ്. ഹാബീല് ഹാബീലിനെ കൊന്നു. അതാണ് ആദ്യത്തെ കൊലപാതകം. എന്താ കാര്യം? അസൂയ, ഹസദാണ് അതിന്റെ കാരണം. രണ്ടാളും രണ്ട് നേർച്ചകൾ നടത്തി. ഇത് ഖുർബാനൻ ഫതുഖബ്ബല മിൻ അഹദിഹിമാ വലം യുതഖബ്ബൽ മിൻ അൽ-ആഖർ قال لنقتلنك قال إنما يتقبل الله من المتقين. ഒരമൽ അല്ലാഹു സ്വീകരിക്കണമെങ്കിലുള്ള മാനദണ്ഡമാണ്. ആദം നബി അലൈഹി ഇസ്ലാമിന്റെ രണ്ട് മക്കളും നേർച്ചകൾ നടത്തി. രണ്ട് നേർച്ച. എന്തായിരുന്നു നേർച്ച എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില ആളുകൾ പറഞ്ഞത് രണ്ടാളും അള്ളാഹുവിന് ആടുകളെ നേർച്ചയാക്കുകയാണ് ചെയ്തത് എന്നാണ്. ഓരോ ആട്. അങ്ങനെ ആടിന് മരുഭൂമി ഒരു കല്ല് എന്തായാലും രണ്ട് നേർച്ചടത്തി. ഒരാളത് സ്വീകരിച്ചു, മറ്റേയാളത് സ്വീകരിച്ചില്ല. അനുജന്റത് സ്വീകരിച്ചു, ജ്യേഷ്ഠന്റത് സ്വീകരിച്ചില്ല. അപ്പോൾ ജ്യേഷ്ഠന് അനുജനോട് എന്തോ ഒന്ന് തോന്നി. അങ്ങനെ ഒരാളത് മാത്രം എടുക്കുകയാണെങ്കിൽ ഞാനല്ല കാരണവര്. ഒരാളത് മാത്രം എടുക്കുകയാണെങ്കിൽ ഞാനല്ലേ കാരണവര്. എന്റെ അല്ല എടുക്കേണ്ടത്. ഓൻ പിന്നെ ഉണ്ടായതല്ലേ. അതുകൊണ്ട് ഓന്റെ രണ്ടാമല്ല എടുക്കേണ്ടത്. ഞാനല്ലേ കാരണോല്, ഞാനല്ലേ മൂത്തത്, ഒന്നുമില്ലെങ്കിൽ ഒരു വയസ്സിനെങ്കിലും മൂത്തതല്ലേ എന്ന് തോന്നി. ഇതാണ് ഹസദ്. അതിനാ തുടങ്ങിയത്. ഫസ്റ്റത്തെ കൊലപാതകമായി വന്നുണ്ടായത്. അവിടെ കൂടി വന്നപ്പോ എന്ത് പറഞ്ഞു? ലാഖ്തുലന്നക, ചങ്ങായി അന്നെ ഞാൻ കൊല്ലെന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. അഖ്തുലു, ഞാൻ കൊല്ലും. ലാഖ്തുലു, തീർച്ചയായും ഞാൻ കൊല്ലും. ലാഖ്തുലന്നക, അന്നെ ഞാൻ കൊല്ലെന്നെ ചെയ്യടാ. ഒരു അഡ്ജസ്റ്റ്മെന്റും കൊണ്ട് പറയണ്ട. അഞ്ചം പറഞ്ഞു കാക്ക, ഇന്നെ കൊന്നിട്ടെന്താ കാര്യം? ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, പടച്ചോൻ മുത്തഖീങ്ങളിൽ നിന്നല്ലേ സ്വീകരിക്കൊള്ളൂ എന്ന് പറഞ്ഞു. ജ്യേഷ്ഠൻ പറഞ്ഞു അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അന്നെ ഞാൻ കൊല്ലും. ഇങ്ങനെയാണ് ഹസദ്. അസൂയ ഉണ്ടായ അങ്ങനെയാണ്. പിന്നെ അവിടെ കണ്ണും മൂക്കൊന്നുമില്ല. നമ്മൾ പറയലുണ്ടല്ലോ, വെട്ടാൻ വരുന്ന പോത്തിനോട് വേദോതിയിട്ട് കാര്യമില്ല. ഈ വെട്ടാൻ വരുന്ന പോത്താണ് ഹസദുള്ള ആള്. ഓനോട് പിന്നെ തത്വം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഓ മുട്ടന്നെ ചെയ്യും. അതാണ് ഹസദ്. അതുണ്ടായി. ആദ്യത്തെ കൊലപാതകമായി വന്നാണ് ഉണ്ടായത് ഹസദ് എന്ന് പറഞ്ഞാൽ അസൂയ. നമുക്ക് അസൂയ ഉണ്ടോ? അള്ളാഹു നമുക്ക് എല്ലാ അസൂയ ഉണ്ടെങ്കിൽ ഒക്കെ ഒഴിവാക്കി തരട്ടെ. തറവാട് വരെ പൊളിച്ചു വാർപ്പാക്കൽ ഇഷ്ടാണോ? ആലോചിച്ച് നോക്കി.
തറവാട് വരെ പൊളിച്ചങ്ങാണ്ട് വാർപ്പാക്കുകയാണ്. എന്തിനാണ് ഇപ്പം ഞാൻ തന്തിയും തള്ളിയും വയസ്സാം കാലത്ത് അതിന് നിൽക്കണേ? ഓൽക്ക് അള്ളയിലുള്ള സൗകര്യത്തിന് അങ്ങനെ കഴിഞ്ഞുകൂടിയാൽ മതിയില്ലേ എന്നല്ല നമ്മൾ ചിന്തിക്കുക. തറവാട് വരെ പൊളിച്ചു വാർപ്പാക്കൽ നമുക്ക് ഇഷ്ടമല്ല. മരുവള വാപ്പ ഉംറക്ക് പോകല് നമുക്ക് ഇഷ്ടമാണോ എന്നാലോചിച്ച് നോക്കാണി. എന്തിനാണ് ഇപ്പോൾ മൂപ്പരി നീച്ചാൻ വെച്ചാൽ ആ ഉംറക്ക് പോകണേ? നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് വല്ല കുഴപ്പമുണ്ടായിരുന്നില്ല. മരുവള വാപ്പ ഉംറക്ക് പോകൽ ഇഷ്ടം ഒന്നാലോചിച്ച് നോക്കി നിങ്ങൾ. അവനാൻ്റെത് ആലോചിച്ചാൽ മതി കേട്ടോ, വേറുള്ളവരത് എടുക്കണ്ട. അവനാൻ ആലോചിച്ച് നോക്കി നമുക്കത് ഇഷ്ടമാണോ? ഒരു മുതലാളിക്ക് ഇഞ്ഞും പൈസ ഉണ്ടാകല് നമുക്ക് ഇഷ്ടമാണോ? എവിടുക്കാ ഇപ്പം മൂപ്പരി ഉണ്ടാക്കണത്? കണ്ടാ തോന്നും മരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകാനാണ്. ഇവൻ്റെ അസൂയാണ് പറയണതേ, അല്ല ഒന്നുമില്ല. പൈസ എത്ര ഉണ്ടായാലും എന്താ കുഴപ്പം? മുഹ്യിദ്ദീൻ ശേഖ് റളിയല്ലാഹു അൻഹുവിന് കപ്പലുണ്ടായിരുന്നു സ്വന്തമായിട്ട്. പൈസക്കല്ലല്ലോ കുഴപ്പം. പിന്നെ കുഴപ്പം എവിടെ? പൈസ കൈകാര്യം ചെയ്യണം മനസ്സിനാണല്ലോ പ്രശ്നമുള്ളത്. പൈസക്ക് എന്താ പ്രശ്നം? പൈസ ഇല്ലാതെ AC വെക്കാൻ പറ്റും നമുക്ക്? AC വെച്ചാലും പോരഞ്ഞ് കറണ്ട് ബില്ലും കൂടി അടക്കണ്ടേ? അതിനൊക്കെ പൈസ ഉണ്ടേ. അതിനൊക്കെ പൈസ ഇല്ലാതെ എങ്ങനെ അടക്കുക? ഒക്കെ വേണ്ടേ? പൈസക്കല്ല പ്രശ്നം. പിന്നെ ഏതിനാ പ്രശ്നം? പൈസ കൈകാര്യം ചെയ്യണം മനസ്സിനാണ് യഥാർത്ഥത്തിൽ പ്രശ്നമുള്ളത്. പൈസക്കൊരു കുഴപ്പമില്ല.